ങ്ങളിൽ ഏഴാമത്തേതായ പുണർദം നക്ഷത്രം മിഥുനം രാശിയുടെ അവസാന 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ കർക്കിടകം രാശിയുടെ ആദ്യ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ അധിപൻ ഗുരുവും ദേവത അതിഥിയുമാണ്. മൃഗം പൂച്ചയും വൃക്ഷം മുളയും പക്ഷി ചെമ്പോത്തുമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മനക്ഷത്രമെന്ന നിലയിൽ പുണർദം നക്ഷത്രത്തിന് ഹൈന്ദവ വിശ്വാസത്തിൽ സവിശേഷ സ്ഥാനമുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗമ്യരും ബുദ്ധിശാലികളും വിശാല മനസ്കരുമായിരിക്കും. എങ്കിലും ഇവരുടെ സ്വഭാവം സ്ഥിരമായിരിക്കില്ല. പല സവിശേഷതകളുടെ ഒരു സങ്കലനമാണ് ഇവരുടെ വ്യക്തിത്വം. പുണർദം നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ചാലോചിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയുള്ളൂ. ഓരോ വിഷയത്തിൻ്റെയും നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാനോ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാനോ ഇവർ മുതിരുകയില്ല. സത്യസന്ധതയും ആത്മനിയന്ത്രണവുമാണ് ഇവരുടെ മുഖമുദ്ര. വിജ്ഞാനം നേടാനും സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ കൈവരിക്കാനും ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരിക്കും. ആചാരാനുഷ്ഠാനങ്ങളിലും മതപരമായ കാര്യങ്ങളിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാവും. ഈശ്വരഭക്തിയും ഗുരുക്കന്മാരോടും മാതാപിതാക്കളോടുമുള്ള ബഹുമാനവും ഇവരുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവർ പൊതുവെ സൗമ്യമായി പെരുമാറുമെങ്കിലും ചില സമയങ്ങളിൽ വളരെ വേഗത്തിൽ കോപിക്കുന്ന പ്രകൃതക്കാരാണ്. ഉള്ളിലുള്ള സ്നേഹം പുറത്തു കാണിക്കാൻ ഇവർക്ക് പലപ്പോഴും സാധിക്കാറില്ല. പ്രതികരണശേഷി കൂടുതലുള്ളതിനാൽ പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായും വരും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വിവാഹശേഷം ഏതു പ്രതിസന്ധിയിലും കുടുംബവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിവുള്ളവരായിരിക്കും. ഇവർക്ക് തർക്ക സ്വഭാവം കൂടുതലായതുകൊണ്ട് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പുറത്തുള്ളവരോട് ഇവർ നല്ല രീതിയിൽ പെരുമാറും. പുരുഷന്മാരുടെ വിവാഹ ജീവിതത്തിലും പൂർണ്ണമായ സംതൃപ്തി അനുഭവിക്കാൻ പ്രയാസമായിരിക്കും. ആരോടും സ്ഥായിയായ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത സ്വഭാവം ഇതിനൊരു കാരണമായേക്കാം. എങ്കിലും ഇവർ ആരെയും മനഃപൂർവ്വം പിണക്കുകയില്ല. മാതാവിനോട് ഇവർക്ക് പ്രത്യേക മമതയുണ്ടായിരിക്കും. പുത്രാനുകൂല്യം കുറവായിരിക്കാനുള്ള സാധ്യതയും കാണുന്നു. 32 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതം കൂടുതൽ സുഖകരമായി തീരാനുള്ള സാധ്യതയുമുണ്ട്. ഗുരുവിന്റെ സ്വാധീനമുള്ളതിനാൽ അധ്യാപന വൃത്തി പുണർദം നക്ഷത്രക്കാർക്ക് വളരെ അനുയോജ്യമായ തൊഴിൽ മേഖലയാണ്. വാക്ശക്തിയും വിചാരശക്തിയുമുള്ള ഇവരെ വാഗ്വാദങ്ങളിൽ തോൽപ്പിക്കുക എളുപ്പമല്ല. ഇതിവരെ അഭിഭാഷക വൃത്തി, കൗൺസിലിംഗ്, പ്രഭാഷണം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സഹായിക്കും. മിഥുനക്കൂറുകാരായ പുണർദം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ പത്രപ്രവർത്തനം, പ്രസിദ്ധീകരണം, എഴുത്ത്, ഓഡിറ്റിംഗ്, ഇൻഷുറൻസ്, പരസ്യം, ജ്യോതിഷം, ഗണിതശാസ്ത്രം, എഞ്ചിനീയറിംഗ്, ദന്തചികിത്സ, രാഷ്ട്രീയം എന്നിവയൊക്കെ അനുയോജ്യമായ മേഖലകളാണ്.